പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരുപക്ഷെ ഒരു ഡസൻ വീഡിയോ വരെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് നിലമ്പൂരിൽ UDF ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഏതായാലും 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നു, 23-ാം തീയതി ഫലവും വന്നു. സുഹൃത്തുക്കളെ, ആ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആദ്യമായി തന്നെ ഒരു വളച്ചുകെട്ടുമില്ലാതെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ PV അൻവർ ഉന്നയിച്ച പിണറായിസം എന്ന് പറയുന്ന ആ ഒരു ഇസം ഉണ്ടല്ലോ, ആ പിണറായിസത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള തിരസ്കാരം എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ടുള്ള ഒരു തിരസ്കാരമാണ് ഈ നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? 2025 ജൂൺ 23-ാം തീയതി ഈ റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമാൻ M സ്വരാജിന് 66,660 വോട്ട് ലഭിച്ചു. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന് 77,737 വോട്ട് ലഭിച്ചു. PV അൻവർ എന്ന സ്വതന്ത്രന് 19,760 വോട്ട് ലഭിച്ചു. BJP സ്ഥാനാർത്ഥിക്ക് 8,648 വോട്ട് ലഭിച്ചു. അവിടെ പിന്നെ ഇതൊരു SDPI സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് ഒരു 12,000 വോട്ടും ലഭിച്ചു. ഇതാണ് കണക്ക്. ഭൂരിപക്ഷമാകട്ടെ 11,077. അതാണ് തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ ഇനി നമ്മൾ ആ തെരഞ്ഞെടുപ്പ് ഫലം ഒന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ്. കാരണം ഞാൻ നേരത്തെ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിച്ചല്ലോ, ഈ പിണറായിസത്തിൻ്റെ സമഗ്രവും സമ്പൂർണവുമായിട്ടുള്ള തിരസ്കാരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന്. അത് കണക്കുകളിലൂടെ ഞാൻ പറയാൻ പോവുകയാണ്. പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ ഞാൻ സൂചിപ്പിച്ചു. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് 2021 അപേക്ഷിച്ച് 2024 നിലമ്പൂരിൽ 4,000 വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ റിസൾട്ട് വന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ റിസൾട്ടൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പല വാദഗതികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതൊരു തോൽവിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതൊരു തോൽവിയല്ല എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ എന്തൊരു മഹാ തോൽവിയാണ് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുപോലെ തന്നെ അൻവർ പിടിച്ച 19,760 വോട്ട് അത് വലിയ തോതിൽ ചർച്ചകളായിട്ടുണ്ട്. കാരണം രണ്ട് പ്രബലമായിട്ടുള്ള മുന്നണികൾക്കിടയിൽ നിന്നുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രചരണമൊന്നും നടത്താതെ അൻവർ 19,760 വോട്ട് ലഭിച്ചു. അതിനെക്കുറിച്ചിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അൻവർ പിടിച്ച വോട്ടുകൾ എവിടുന്നാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച നടക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ ഒരു വിഭാഗം പറയുന്നത് അത് UDFിൻ്റെ വോട്ടാണെന്ന് പറയുന്നു. അൻവർ പറയുന്നു അത് LDFിൻ്റെ വോട്ടാണെന്ന് പറയുന്നു. അങ്ങനെ പല വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ആ വിവാദങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്? കണക്കുകൾ സൂചിപ്പിക്കുന്നത് പിണറായിസത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള തിരസ്കാരമാണോ? അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ ആ ചർച്ചയിലേക്ക് നമുക്ക് ഒന്ന് കിടക്കാം. സുഹൃത്തുക്കളെ, ഞാൻ ഈ 3 തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകളാണ് ഇപ്പോൾ താരതമ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2016 കണക്ക്, നിലമ്പൂരിലെ 2016 തെരഞ്ഞെടുപ്പിലെ കണക്ക്, നിലമ്പൂരിലെ 2021 തെരഞ്ഞെടുപ്പിലെ കണക്ക്, നിലമ്പൂരിലെ 2025 തെരഞ്ഞെടുപ്പിലെ കണക്ക്. അത് 3 നിയമസഭയാണ്. അതിനിടയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 വന്നു. ഞാനതിലേക്ക് പോകുന്നില്ല. ഈ 2016 2021 2025 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കണക്കുകളാണ് ഞാൻ ഇനിയൊന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അതിൽ 2016 കണക്കുകൾ നമുക്കൊന്ന് എടുക്കാം. 2016 എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സ്വതന്ത്രനായി PV അൻവർ മത്സരിച്ച ആ ഒരു തെരഞ്ഞെടുപ്പ്. അന്ന് പിന്നെ UDFിന് ആര്യാടൻ ഷൗക്കത്താണെന്ന് മത്സരിച്ചത്. അന്ന് BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായി. ആ 2016 തെരഞ്ഞെടുപ്പിൽ
അൻവറിൻ്റെ നേതൃത്വത്തിൽ മത്സരിച്ച ഇടതുപക്ഷത്തിന് 77,858 വോട്ടുകളും ആര്യാടൻ ഷൗക്കത്തിന് 66,354 വോട്ടും BJPക്ക് 12,284 വോട്ടും. അങ്ങനെയാണ് അവിടെ വോട്ട് വന്നത്. 11,504 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായി 2016 ജയിച്ചു. അതാണ് 2016 കണക്ക്. ഇനി നമ്മൾ 2021 വരുമ്പോഴോ, 2021 വരുമ്പോഴും LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവറായിരുന്നു. എന്നാൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് VV പ്രകാശ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ വന്നു. BJPയുടെ സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു. 2021 അപ്പം 2021 കണക്ക് വന്നപ്പോഴത്തേക്ക് എന്താണ്, അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് 81,227 വോട്ട് അദ്ദേഹം പിടിച്ചു. UDFിൻ്റെ സ്ഥാനാർത്ഥി 78,527 വോട്ട് പിടിച്ചു. BJP സ്ഥാനാർത്ഥി 8,500 വോട്ട് പിടിച്ചു. LDFിൻ്റെ ഭൂരിപക്ഷം 2,700 ആയിരുന്നു. ഇതാണ് വോട്ടിൻ്റെ കണക്ക്. ഇനി 2016 2021 തമ്മിലുള്ള വോട്ടിലുണ്ടായിട്ടുള്ള വർധനവും കുറവും അതുപോലെ തന്നെ ശതമാനക്കണക്കും അതുകൊണ്ട് നമ്മൾ നോക്കണം, എന്നാലേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. 2016 2021 ഇടയ്ക്ക് LDF പിടിച്ച വോട്ടിൽ 3,369 വർധന ഉണ്ടായി. 2016 LDFിന് കിട്ടിയതിനേക്കാൾ 2021 LDFിന് 3,369 വോട്ടിൻ്റെ വർധനയുണ്ടായി. എന്നാൽ UDFിനോ 2016 2021 ഇടയ്ക്ക് UDFിന് ലഭിച്ച വോട്ടിന് 12,173 വോട്ടിൻ്റെ കുറവുണ്ടായി. BJPയുടെ വോട്ടും ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് 3,759 വോട്ട് കുറഞ്ഞു. അപ്പോൾ 2016 ഇടയ്ക്ക് 2021 ഇടയ്ക്ക് LDFിൻ്റെ വോട്ട് കൂടി, UDFിൻ്റെ വോട്ട് കുറഞ്ഞു, BJPയുടെ വോട്ട് കുറഞ്ഞു. ഇനി 2016 2021 ശതമാനക്കണക്ക് നമ്മൾ നോക്കിയാലോ, അതാണല്ലോ കുറച്ചുകൂടി ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നത്. 2016 അൻവറിൻ്റെ നേതൃത്വത്തിൽ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 47.9% വോട്ട് ലഭിച്ചു. 47.9%. എന്നാൽ 2021 ആയപ്പോഴത്തേക്കും അത് 46.9 കുറഞ്ഞ് നാമമാത്രമായിട്ടുള്ള കുറവ്. 47.9 നിന്ന് 46.9, 1% കുറവ്. എന്നാൽ UDFിനോ, UDFിന് വോട്ട് അവിടെ കൂടി, 40% 45% കൂടി. അത് നല്ല സ്ഥാനാർത്ഥിയായി. BJPക്ക് 7% 1%. BJPക്കാണ് കുത്തനെ കുറവുണ്ടായത്. അപ്പോൾ 2016 അപേക്ഷിച്ച് 2021 വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ 3000 കൂടി, പക്ഷേ ശതമാന കണക്ക് നോക്കിയാൽ 1% കുറഞ്ഞു LDFിന്. UDFിനെ സംബന്ധിച്ചിടത്തോളം വോട്ടിൻ്റെ കണക്ക് ഈ പറഞ്ഞതുപോലെ 12,000 കുറഞ്ഞെങ്കിലും അവരുടെ വോട്ടിൻ്റെ ശതമാനം കൂടി, കാരണം നല്ല സ്ഥാനാർത്ഥിയായി. BJPയുടെ കുറഞ്ഞു. ഇതാണ് 2016 2021 തമ്മിലുള്ള വ്യത്യാസം. വോട്ടിൻ്റെ കണക്കിൽ 3000 വർധന 2016 2021 ഇടയിൽ ഉണ്ടായി. ഇനി 2021 2025 നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ആ കമ്പാരിസണിന് പ്രത്യേകതകളുണ്ട്. എന്താ കാരണം? ഒന്ന്, 2016 2021 ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ 2025 ആയപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നു. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് വന്നു. അയാൾ 2021 മത്സരിച്ച ആളായിരുന്നില്ല. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി പതിറ്റാണ്ടുകൾക്ക് ശേഷം CPMൻ്റെ ഒരു സ്ഥാനാർത്ഥി വന്നു. CPMൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ CPMൻ്റെ സമുന്നത നേതാവ്, ചെറുപ്പക്കാരൻ, ആ നാട്ടുകാരൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നൊക്കെ ഉള്ള നിലയിൽ പ്രഗത്ഭനായിട്ടുള്ള സ്വരാജ്. അപ്പം 3 തരത്തിൽ 2025 തെരഞ്ഞെടുപ്പ് പ്രസക്തമായിരുന്നു. ഒന്ന്, PV അൻവർ സ്വതന്ത്രനായി വന്നു. 2016 2021 മത്സരിക്കാതിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഈ പറഞ്ഞതുപോലെ സമുന്നത നേതാവായിട്ടുള്ള പാർട്ടി സ്ഥാനാർത്ഥിയായി സ്വരാജ് വന്നു. വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം 2 ഭാഗത്തു നിന്നും നടന്നു. അൻവർ ആകട്ടെ അവസാന നിമിഷമാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. അൻവർ പരസ്യമായി അങ്ങനെ വലിയ പ്രചരണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. എന്തായാലും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നു. അതിനെ തുടർന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11,000 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. കണക്ക് നമ്മൾ നോക്കിയാൽ എന്താ കാണാൻ കഴിയുന്നറിയാമോ? 2021 2025 കണക്കുകൾ തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നറിയാമോ? 2021 2025 ഇടയിൽ LDFിന് ലഭിച്ച വോട്ടിൽ 14,587 വോട്ടുകളുടെ കുറവുണ്ടായിരിക്കുന്നു.
ഇത് വളരെ പ്രസക്തമാണ്. എന്താ കാര്യം? 2016-നും 2021-നും ഇടയിൽ 3369 വോട്ടാണ് LDF കൂടിയതിൽ കിട്ടിയതെങ്കിൽ 2021-നും 2025-നും ഇടയ്ക്ക് LDF കിട്ടിയ വോട്ടിൽ 14,587 വോട്ടിൻ്റെ കുറവുണ്ടായിരിക്കും. അടച്ചു നോക്കിക്കോണം. 3000 കൂടിയെടുത്താണ് 14,000 കുറഞ്ഞത്. ഈ 14,000 കുറഞ്ഞെന്ന് പറയുമ്പോൾ 2021-നെ അപേക്ഷിച്ച് 2025-ൽ 4,000 പുതിയ വോട്ടുകൾ പോൾ ചെയ്തപ്പെട്ടപ്പോഴാണ് ഈ 14,000 കുറഞ്ഞെന്നും കൂടെ നമ്മൾ ഓർത്തോണം. ഇനി UDF കണക്ക് നോക്കിയാലോ? UDF 2016-നും 2021-നും ഇടയിൽ അവരുടെ 12,000 വോട്ടാണ് കുറഞ്ഞതെങ്കിൽ 2021-നും 2025-നും ഇടയിൽ UDF വെറും 790 വോട്ടേ കുറഞ്ഞുള്ളൂ. LDF 14,587 വോട്ട് കുറഞ്ഞപ്പോൾ UDF വോട്ട് കുറഞ്ഞത് 790. BJPയുടെ വോട്ടാകട്ടെ ഒരു 123. ഇനി നമ്മൾ ശതമാനക്കണക്ക് നമ്മൾ എടുത്ത് നോക്കിയേ. ശതമാനക്കണക്ക് 2021-നും 2025-നും എടുത്തു കഴിഞ്ഞാൽ 2021-ൽ LDF 46.9% വോട്ട് ലഭിച്ചെങ്കിൽ 2021 ആയപ്പോൾ അത് 37.8% കുറഞ്ഞു. എന്നാൽ UDF വോട്ടോ 45.34 ആയിരുന്നത് 44.1 കുറഞ്ഞുള്ളൂ. BJPയുടെ വോട്ട് ഏതാണ്ട് 2% 4% കൂടി. അപ്പോൾ 2021-നും 2025-മായി കമ്പയർ ചെയ്യുമ്പോൾ LDF വോട്ടിൻ്റെ ശതമാനവും കിട്ടിയ വോട്ടും കുത്തനെ കുറഞ്ഞു. വോട്ടിൻ്റെ ശതമാനം 46-ൽ നിന്ന് 37 കുറഞ്ഞു. കിട്ടിയ വോട്ട് 14,000 ചില്ലാനായിട്ട് കുറഞ്ഞപ്പോൾ UDF 45-ൽ നിന്ന് 44 കുറയുകയും 790 വോട്ടിൻ്റെ കുറവേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? കുത്തനെയുള്ള ഇടിവ് LDF സംബന്ധിച്ചിടത്തോളം 2021-നും 2025-നും ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്നു. അതുകൂടാതെ 2025-ൽ PV Anwar 19,760 വോട്ട് പിടിച്ചിരിക്കുന്നു. ഈ 19,760 വോട്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 11.2% വോട്ടാണ് അൻവർ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ 2021-നും 2025-നും ഇടയിൽ LDF ലഭിച്ച വോട്ടിലും ശതമാനത്തിലും കുത്തനെ കുറവുണ്ടായിരിക്കുന്നു. 4,000 പുതിയ വോട്ട് പോൾ ചെയ്തപ്പോഴാണ് ഈ കുറവ് ഉണ്ടായിരിക്കുന്നത്. ഇനി 2016-ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുത്തനെയുള്ള കുറവുണ്ടായി. 2016-ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ LDF 10% വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2016-നും 2025-ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ UDF ലഭിച്ച വോട്ടിൻ്റെ ശതമാനം 3.3% കൂടി. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നൊരു കൃത്യമായൊരു നിഗമനം എന്താ? കൃത്യമായ നിഗമനം എന്ന് പറഞ്ഞാൽ LDF വലിയ തോതിലുള്ള ഒരു തകർച്ച ഉണ്ടായിരിക്കുന്നു. UDF നാമമാത്രമായിട്ടുള്ള കുറവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അൻവർ 19,760 വോട്ട് കൂടി പിടിച്ചിരിക്കുന്നു. ഇനി അൻവർ പിടിച്ച വോട്ട് എവിടെ നിന്നാണ് പിടിച്ചെന്നുള്ളത് ഞാൻ അവസാനമായിട്ട് പറയുന്നതിന് മുമ്പ് ഈ നിലമ്പൂരിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമുള്ള പ്രകടനം കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ ഈ വിജയം എത്ര സമ്പൂർണമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയോടുകൂടിയുള്ള പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുകളുമാണ് ഉള്ളത്. ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി വഴിക്കടവ്, മൂത്തേടം, എടത്തറ, പോത്തുകല്ല്, ചുങ്കത്തറ, കരുളായി, അമരമ്പലം എന്ന് പറയുന്ന 7 പഞ്ചായത്തുകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി. ഇതാണ് നിലമ്പൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരിച്ചാലുള്ള കണക്ക്. അതിൽ 2021-ൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും വഴിക്കടവ് മുനിസിപ്പാലിറ്റിയിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും വഴിക്കടവ്, പോത്തുകല്ല്, കരുളായി, അമരമ്പലം ഈ 4 പഞ്ചായത്തിലും LDF ഭൂരിപക്ഷം. അതായത് ഒരു മുനിസിപ്പാലിറ്റിയിലും 8 പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകളിലും. എന്നാൽ 2025 എന്താ സംഭവിച്ചത്? കരുളായി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ ഒഴിച്ചാൽ ബാക്കി 7 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും UDF മുന്നേറിയത്. അപ്പം ആ തകർച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിയാലും അത് സമഗ്രമല്ലേ സുഹൃത്തുക്കളെ? ഇനി ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയേ. 2021-ൽ നിലമ്പൂരിൽ LDF 1,513 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ
ഇപ്പോൾ 2025 അത് UDF 3967 മാറിയിരിക്കുന്നു. വഴിക്കടവിൽ 35 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF ഉണ്ടായിരുന്നെങ്കിൽ അത് 1829 വോട്ടായിട്ട് UDF വർദ്ധിച്ചിരിക്കുന്നു. പോത്തുകല്ലിൽ 506 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF ഉണ്ടായിരുന്നെങ്കിൽ അത് 307 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. കരുളായിൽ 1447 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും LDF ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴും LDF തന്നെയാണ് ഭൂരിപക്ഷം. പക്ഷേ 1446 വോട്ടിൻ്റെ ഭൂരിപക്ഷം 184 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി കുറഞ്ഞിരിക്കുന്നു. അമരമ്പലം എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ LDF 1495 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പം 704 വോട്ട് ഭൂരിപക്ഷം UDF എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കിയാലും നമ്മൾ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കണക്കെടുത്ത് നോക്കിയാലും സമഗ്രവും സമ്പൂർണവുമാണ് UDF വിജയം എന്ന് കാര്യകാരണ സഹിതം ഈ കണക്കുകളിൽ കൂടി തെളിഞ്ഞല്ലോ. ഇനി അവസാനത്തെ ഒരു കണക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. അതായത് അൻവർ പിടിച്ച വോട്ട് എവിടുന്നാണ്, ഇതാണല്ലോ ചർച്ച. അൻവർ പിടിച്ചത് UDF വോട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞെന്താണെന്നറിയാം. 2021 അപേക്ഷിച്ച് 2025 LDF വോട്ട് 14,587 കുറഞ്ഞു. 21 അപേക്ഷിച്ച് 25. UDF വോട്ട് 21 അപേക്ഷിച്ച് 25 790 കുറഞ്ഞു. അപ്പോൾ LDF 14,000 കുറഞ്ഞു, UDF 790 കുറഞ്ഞു. എന്നാൽ PV അൻവറിൻ്റെ വോട്ട് 19,760 കൂടി. സ്വാഭാവികമല്ലേ? 19,790 വോട്ട് PV അൻവർ പിടിക്കുന്നു. LDF വോട്ട് 14,000 കുറയുന്നു, UDF വോട്ട് 700 കുറയുന്നു. അപ്പോൾ അതിൽ നിന്ന് വരുന്ന കണക്കെന്താ? അൻവർ 19,000 പിടിക്കുന്നു, UDF LDF കൂടെ ആയിട്ട് ഏതാണ്ട് ഒരു 15,000 കുറയുന്നു. അപ്പോൾ ഒരു 4,000 വ്യത്യാസമുണ്ട്. അൻവർ തന്നെ ഒരു 10,000 വോട്ട് അൻവർ പിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ പിടിച്ചാൽ പോലും ബാക്കി 10,000 LDF അല്ലേ? ഇനി LDF 5,000 പിടിച്ചിട്ടുള്ളെങ്കിൽ പോലും, അല്ല, അൻവർ 5,000 പിടിച്ചിട്ടുള്ളെങ്കിൽ പോലും LDF 14,000 കുറഞ്ഞില്ലേ? UDF 790 കുറഞ്ഞുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി അൻവർ പിടിച്ച വോട്ടിൽ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷത്തിനാണ് എന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, നിലമ്പൂരിലെ വോട്ടിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പിണറായിസം എന്ന് പറഞ്ഞ ആ ഇസത്തിൻ്റെ സമ്പൂർണവും സമഗ്രവുമായിട്ടുള്ള തകർച്ചയിലേക്കാണ് എന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. പിണറായി വിസത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭത്തിന്, ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അതിന് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം, ഈ പറഞ്ഞ പോലെ ഈ നോ അൺസർട്ടൺ ടേംസ് അല്ലെങ്കിൽ അൺഈക്വോക്കൽ എന്ന് പറയാവുന്നത് പോലെ അത് തെളിയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.